വെൽക്കം ടു ലെക്സ് ലെക്ചേഴ്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് ആണ്. നമ്മൾ ഓൾറെഡി BNSS-ഉം CRPC-യും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി ഒരു തൊട്ട് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് BNSS-ന്റെ കീഴിൽ നമ്മുടെ ഇലക്ട്രോണിക് ട്രയൽസ്, ഇലക്ട്രോണിക് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ്, അതിനൊക്കെയുള്ള പുതിയ പുതിയ പ്രൊവിഷൻസ് ആഡ് ചെയ്തെന്നുള്ളത്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ്. നമ്മുടെ ഡെഫിനിഷൻ ഓഫ് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് നമുക്ക് നോക്കാം. സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് എ ഓഫ് BNSS 2023 ആണ് ഡിഫൈൻ ചെയ്യുന്ന ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ്. Include use of any communication device for the purpose of video conferencing, recording of process of identification, search and seizure, evidence, transmission of electronic communication, and for such other purpose and by such other means as the state government may by rules provide. നമ്മുടെ ഇവിടെ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് യൂസ് ചെയ്ത് ഒരു വീഡിയോ കോൺഫറൻസിങ് ചെയ്യുന്നു. നമ്മളിവിടെ പറഞ്ഞു എക്സാമിനേഷൻ ഓഫ് എ വിറ്റ്നസ് ത്രൂ വീഡിയോ കോൺഫറൻസിങ്. അങ്ങനെ ഒരു വീഡിയോ കോൺഫറൻസിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് യൂസ് ചെയ്തിട്ട് ഐഡന്റിഫിക്കേഷന്റെ പ്രോസസ്സ് റെക്കോർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് യൂസ് ചെയ്ത് സെർച്ച് ആൻഡ് സീഷർ ചെയ്യുന്നു, ഒരു എവിഡൻസ് റെക്കോർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞ ഏതെങ്കിലും ഒരു പർപ്പസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന ആ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് നമ്മുടെ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് യൂസ് ചെയ്ത് വീഡിയോ കോൺഫറൻസിങ്ങോ അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സിന്റെ റെക്കോർഡിങ്ങോ സെർച്ചോ സീഷറോ എവിഡൻസോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷന്റെ ട്രാൻസ്മിഷനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്ന ഏതെങ്കിലും ഒരു പർപ്പസ് ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ാണ് നമുക്ക് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് ഐക്കകത്ത് വരുന്നത്. refers to the communication of any written, verbal, pictorial or video content transfer or transferred by means of an electronic device. ഇവിടെ ഈ ഡെഫിനിഷൻ്റെ അകത്ത് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്ത് ഒരു റിട്ടൺ ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഓറൽ വെർബലി പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടന്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ട്രാൻസ്ഫർ നടക്കുന്ന ചിലപ്പം 1 person ടു അനദർ പേഴ്സൺ ആയിരിക്കാം, 1 person ടു അനദർ ഡിവൈസ് ആവാം, 1 device ടു അനദർ ഡിവൈസ് ആവാം. ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. ഒരു ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്ത് ഒരു റിട്ടേണോ വെർബലോ പിക്ടോറിയലോ ഒരു വീഡിയോ കണ്ടന്റോ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് കരുതും അണ്ടർ സെക്ഷൻ 2 സബ് ക്ലോസ് 1 സബ്സെക്ഷൻ ഐക്കകത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട്. അപ്പം ഈ ഡിവൈസിന്റെ അകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കാം. ടെലിഫോൺ, മൊബൈൽ, കമ്പ്യൂട്ടർ, ക്യാമറ, ഓഡിയോ വീഡിയോ പ്ലെയർ, അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യുന്ന ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസോ ഇലക്ട്രോണിക് ഫോമോ നമ്മുടെ ഈ ഇലക്ട്രോണിക് ഡിവൈസിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ദാറ്റ് മീൻസ് ഇപ്പൊ ടെലിഫോൺ ഉപയോഗിച്ച് നമുക്ക് എന്താണ് ഒരു വെർബൽ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്ഫർ ചെയ്യാം. അത് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷന്റെ അണ്ടറിൽ വരും. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത്, നമ്മളിപ്പോ നോക്കി ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് എന്താണെന്ന് നോക്കി. സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് എക്കകത്ത് നോക്കി. അതുപോലെ തന്നെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കി. സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് ഐക്കകത്ത് നോക്കി. ഇനി ഇത് രണ്ടും എങ്ങനെയാണ് ലീഗൽ പ്രൊസീഡിങ്സിൽ യൂസ് ചെയ്യുന്നത് നോക്കാം. സെക്ഷൻ 513 ഓഫ് BNSS 2023 ആണ് അത് പറയുന്നത്.
permit electronic mode for issuance, service and execution of summons and warrant, examination of complainant and witness, recording of evidence in inquiries and trials, appellate or other proceedings. നമുക്ക് ഇലക്ട്രോണിക് മോഡ് ഉപയോഗിച്ചുകൊണ്ട് സർവീസ് അല്ലെങ്കിൽ എക്സിക്യൂഷൻ ഓഫ് സമൻസ് ആൻഡ് വാറന്റ് ചെയ്യാം. നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ BNSS ആൻഡ് CRPC എന്ന് പറഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ആ വീഡിയോയിൽ. അപ്പൊ നമുക്ക് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ സെക്ഷൻ 530 അണ്ടറിൽ പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക് മോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സമൻസ് ആൻഡ് വാറന്റ് ഇഷ്യൂ ചെയ്യാനും സർവീസ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കംപ്ലൈനന്റിന്റെയും വിറ്റ്നസിന്റെയും എക്സാമിനേഷൻ ഇലക്ട്രോണിക് മോഡ് വഴി അലൗഡ് ആണ് അണ്ടർ BNSS. അതുപോലെ തന്നെ നമ്മുടെ ഇൻക്വയറി ആൻഡ് ട്രയലിന്റെ അകത്ത് എവിഡൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോണിക് മോഡ് അലൗഡ് ആണ് അണ്ടർ BNSS. അതുപോലെ തന്നെ അപ്പീലേറ്റ് ആൻഡ് അതർ പ്രൊസീഡിങ്സിന് ഇലക്ട്രോണിക് മോഡ് അലൗഡ് ആണ് അണ്ടർ BNSS. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് എയ്ക്കകത്താണ് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് എന്താണെന്ന് പറയുന്നത്. പിന്നെ സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് ഐക്കകത്താണ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറയുന്നത്. പിന്നെ യൂസ് ഇൻ ലീഗൽ പ്രൊസീഡിങ്സ് ആണ് സെക്ഷൻ 513 ഓഫ് BNSS 2023 പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ പറയുക. ഐ വിൽ ഷുവർലി റിപ്ലൈ. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുള്ളൂ. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം.